ഹായ് എല്ലാവർക്കും ജറാനാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സേമിയ കേസരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെൽ ഐക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ കാണാൻ പറ്റും. ഞാനിവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നെയ്യിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അൺറോസ്റ്റഡ് സേമിയ എടുക്കുന്നവർ അത് നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഗോൾഡൻ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം. അപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നട്ട്സും കുറച്ച് കിസ്മിസും ഒക്കെ ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ച് വെക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് റവയാണ്, 1 കപ്പ് സേമിയാണ് എടുത്തത്. അതുകൊണ്ട് 2 കപ്പ് വെള്ളം 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിക്കണം. ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഈ സേമിയ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേണം. ഇപ്പൊ ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒന്ന് വെന്ത് തുടങ്ങിയിട്ട് വെന്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് 1/4 കപ്പ്, ഞാനിപ്പോൾ 1 കപ്പ് സേമിയാണ് എടുത്തത്. അപ്പോൾ ഞാൻ 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പഞ്ചസാര ആഡ് ചെയ്താൽ ഇത് വേവില്ല. അതുകൊണ്ടാണ് ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ ആഡ് ചെയ്യുന്നത്. പഞ്ചസാര ചേർക്കുമ്പോൾ ഇതൊരു കുറച്ച് വെള്ളം പോലെ ആകും. പഞ്ചസാര ഉരുകുന്നതിൻ്റെ ഒരു ഇറങ്ങിയ വെള്ളമാണത്. അതൊക്കെ അങ്ങ് വറ്റും. ഒന്ന് അടച്ചു വെക്കാം. തുറക്കാം. ഇളക്കി കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്ത് ഒരു പിഞ്ച്, അതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഇത്രയുണ്ട് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ വെള്ളം കുറച്ചേ ഉള്ളൂ. ഇനി ഒരു 5 മിനിറ്റോളം ഇത് സിമ്മിൽ ഞാൻ ഇട്ടിരുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ കലക്കിയതാണിത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കുങ്കുമപ്പൂ ഇല്ലെങ്കിൽ കുങ്കുമപ്പൂ പൗഡറോ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് കലക്കാം.
ടീസ്പൂണോളം ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും നെയ്യ് കിസ്മിസൊക്കെ ആഡ് ചെയ്യാം. അല്പം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഈ ചൂടിൽ തന്നെ ഇരുന്ന് വെള്ളം കുറച്ചത് കൂടെ ഒന്ന് മാറും. അടച്ച് വെക്കണ്ട, അടച്ചു വെച്ച വെള്ളം വീഴും. അപ്പൊ ഇത് അടച്ചു വെക്കണ്ട. ഇനി അപ്പൊ നമുക്കിത് ഓഫ് ചെയ്തേക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. അപ്പൊ ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരിക. ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ കാണണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.